കൂട്ടിലേക്ക് ആൻസറ എത്തുകയാണ്. കുറേ വർത്തമാനങ്ങളും കളിയും ചിരിയും ഒക്കെ ആയിട്ട്. സോ ലെറ്റ്സ് വെൽക്കം ആൻസറ ഓൺ സ്റ്റേജ്. ഹലോ 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 ആൻസറാ? ആ ആൻസർ ആണോ? അതെ ആൻസർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഏതാ? ആ. അതറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നാലല്ലേ എനിക്ക് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അയ്യോ ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ല. ക്വസ്റ്റ്യൻ വേണം, എനിക്ക് ക്വസ്റ്റ്യൻ വേണം. അയ്യോ, ഇല്ല കരയും ഒന്നും കയ്യിലില്ല. ഇല്ലെങ്കിൽ കരയോ അങ്കിള്? കരാട്ടെ വേണമെങ്കിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. പിന്നെ എന്റെ കരച്ചിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കടിക്കും. കടിച്ചാ തിന്നും. എന്നെ തിന്നാൻ വന്നാല് ഞാൻ വിഴുങ്ങും. വിഴുങ്ങിയാ തല്ലും. അപ്പൊ എന്റെ വയറ്റിൽ കിടന്നേ തല്ലാൻ പറ്റും. വയറ്റിൽ കിടന്നാലേ കൈയും കൊണ്ട് കുത്തും. ആ, കുത്തിക്കോ. അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചക്കരന്ന് വിളിച്ചു. ഞാൻ എടുത്തിട്ടില്ലേ? എന്താ മോനെ? ഹിന്ദിയിലത്തെ ഒരു സിനിമ നടൻ എടുത്തിട്ടില്ലേ? പറഞ്ഞ രീതി നിങ്ങൾ കേട്ടോ? ഹലോ, ഏതോ ഒരു ആള് എടുത്തിട്ടില്ലേ? ഏതോ ഒരു ഇന്ത്യക്കാരെടുത്ത് പൊക്കിയില്ലേ? എടുത്തിട്ടില്ലേ? പിന്നെ പേരറിയില്ലേ? എനിക്കറിയാം. പേരറിയില്ലേ? പറയാ. പോണിറ്റയിലിട്ടത്. ഞാൻ പോവാട്ടാ. അല്ല, പേര് പറ. എന്റെ പേരോ? അല്ലല്ല, എടുത്തയാളുടെ പേരോ? ഞാനിപ്പോ കരയും കേട്ടോ. എന്നോടൊന്നും ആരും അതാരാന്ന് പറഞ്ഞത്? സത്യം പറ. സത്യം പറ. മോളെ, എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ ഇങ്ങോട്ടൊക്കെ അല്ല, ആദ്യം എനിക്ക് തോന്നുന്നു മോക്ക് ഒരേ പ്രായമായിട്ട് തോന്നിക്കാണോ? അതായത് ഹലോ പോണിട്ടിൽ എനിക്ക് എടി കുതിരവാലി, ഇന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. നിന്നെ ചെലിക്കാൻ പിടിച്ചിട്ട് ഒറ്റ തൂക്കി എടുത്ത് ഞാൻ തൂക്കി എറിഞ്ഞ കുതിരയുടെ അവിടെ തന്നെ എറിയും. ഇവിടെ ആദ്യം പേര് പറയുന്നുണ്ടോ? പാട്ടാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ആരും കൊച്ചിനെ പാടിപ്പിക്കാൻ. മോൾ എന്താ ആദ്യം ചോദിച്ചത്? പേര് പറയാനല്ലേ? എനിക്കൊരു പേരും, എന്റെ പേര് റീമി ടോമി. എന്നെ എടുത്തയാൾ ഷാരൂഖ് ഖാൻ. പോരെ, പാട്ട് പാടാവോ ഇനിയെങ്കിലും? ആരായിരുന്നു ആ പാട്ട് പാടാ? റിമി ടോമി. ഇത് അത്രയും ചിരിക്കണ്ട മീനോട്ടി ചേച്ചി. അല്ല, അത്രയൊന്നും ആരും ചിരിക്കണ്ട. ഇനി ചിരി ഒന്നുമില്ല ഇവിടെ. ചിരി ഞങ്ങൾ തമ്മിലുള്ള കാര്യം ഞങ്ങൾ നിർത്തോളാം. റിമി ടോമി അതല്ല, ഞാൻ അനങ്ങാണ്ടിരുന്നോളാ. ഞാൻ പാടാ. ശരി, നിർത്തി പിടിക്കണം എന്തിനാ? അതന്നെ ഞാനും ചോദിച്ചതാ മോളെ. ഞാനും ഇവരടുത്ത് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ ഈ സംസാരിക്കുന്നേ? മോള് പാടും. പാടാ. പാടാ. അതല്ല, നിർത്തി. അന്നി ഒരു വെക്കളില്ല. അതെ, ചോദിക്കങ്ങോട്ട്. ഒന്ന് പാടിയാ മക്കളെ? പാടാനല്ല, വായിക്കാൻ പറയൂ. ഒന്ന് പാടി വായിക്കേ. ഏത് പാട്ടാ? കല്യാണി കളവാണി. ആരാ മ്യൂസിക്? ആരെങ്കിലും ചെയ്താ പോരെ അല്ലേ? അയ്യോ, എന്താ അതറിഞ്ഞൂടെ. അറിയില്ല, വയറ് നിറഞ്ഞു. ഇനിയിപ്പോ കഴിക്കാനൊന്നും വേണ്ട. ശരിയാക്കി കളിയും. മോള് പാടാൻ വന്നതാ, പാവം കുട്ടിയാണ്. അതെ, എനിക്ക് പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. പാട്ട് പാടാ. വയ്യ പാടില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞതോളൂ. എന്നാ നിങ്ങളൊന്ന് വായിക്കാവോ? വായിക്കേ. എന്നാ ഞങ്ങൾ പോവാല്ലേ? അല്ല, മ്യൂസിക് ഒന്നും പറഞ്ഞില്ല ചേട്ടാ. മ്യൂസിക് അതൊന്നും അറിഞ്ഞൂടാ അല്ലേ? മോള് പഠിച്ചിട്ടില്ലല്ലോ. മ്യൂസിക്കാ? ആ, ഞാൻ പിയാനോള് എന്തോരം വായിച്ചിട്ടുണ്ട്. ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ഇതിപ്പോ പാടിയാ പോരെ അല്ലേ മോളെ? ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അറിഞ്ഞിട്ട് എന്ത് വേണം? ചേച്ചിക്ക് എന്തോ ഏത് രാഗമാന്ന് ചോദിക്കണോ? രോഗിയാവും ഞാൻ. കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല്ല്. നല്ല പാട്ടല്ലേ മോളെ? ഈ മ്യൂസിക് അല്ല, കല്യാണി കളവാണി. അങ്ങനെയല്ലല്ലോ. കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല്ല്. അങ്ങനെ എന്റെ പൊന്നെ, ഇങ്ങനെയൊന്നും അല്ല മക്കളെ. നിങ്ങളൊന്ന് വായിക്കോ, എന്നെ ഒന്ന് രക്ഷിക്കോ.
ശാബാഷ്, 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 ശാബാഷ്. ആൻസർ കുട്ടി ആ, കാലക്ക് കേട്ടാ സൂപ്പറായിട്ട് പാടി. ആ, കാരണം ആദ്യമായിട്ട് പാടുകയല്ലേ ഒരു വേദിയില് അല്ലേ? ആ. അപ്പൊ ഒരു പേടിയില്ല, ഒന്നും ഒരു കൂസലും ഇല്ല, വെച്ചൊരു കീറായിരുന്നു. അങ്ങടെ ഒരു കീറങ്ങടെ കീറി. എനിക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ വന്നായിരുന്നു, എന്നാലും ഞാൻ ഫുള്ളും പാടി. അതൊന്നും നമുക്ക് ആൻസർ ഒക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? ആ, നമ്മള് പാടിയിട്ടേ തീർത്തു. അല്ല ഒരു കാര്യം പറയട്ടെ, പറഞ്ഞു. ഒരു ചോദ്യം. ചോദിച്ചു. ഒരു ദിവസം വലിയ ആനയും കുഞ്ഞാനയും ഉണ്ടായിരുന്നു. ഒരു വലിയ ആനയും ചെറിയ ആനയും ഉണ്ടായിരുന്നു. ചെറിയ ആന പറഞ്ഞു, വല്യാനെ എനിക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന്. അപ്പൊ വല്യാന പറഞ്ഞു, പനിയല്ലേ മോനെന്ന്, മോനിന് പനിയല്ലേ എന്ന്. അപ്പളില്ലേ ഒരു ദിവസം ഇല്ലേ കുഞ്ഞാനയില്ലേ വല്യച്ഛനെ കാണാണ്ട് വെള്ളത്തിൽ തുള്ളിച്ചാടി. പനി പിടിച്ചു. എന്നിട്ട് വല്യച്ഛൻ പറഞ്ഞ്, ഇതിലേതാണ് എന്റെ മോനെന്ന്. എന്നിട്ട് കുഞ്ഞാനയുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടി വാടി ഇതില് മോനേതാന്ന്. എന്നിട്ട് ഓടി വന്നിട്ട് അമ്മ പറഞ്ഞു, ദേ ഇരിക്കണം നിന്റെ മോനെന്ന്. മോനെ ഒന്ന് വന്നേ ചായ കുടിക്കണ്ടേ. ആ, കുഞ്ഞാനെ വിളിച്ചു. എന്നിട്ടില്ലേ വല്യച്ഛൻ പറഞ്ഞ്, നീ എങ്ങനെ കണ്ടുപിടിച്ചത് ഇടുന്ന്. അപ്പളില്ലേ കുഞ്ഞാനയുടെ അമ്മ പറഞ്ഞ്, എല്ലാം ഈ ജീവിതത്തിൽ എല്ലാ ആനയും കമ്മല് സെയിം അല്ലേ, പക്ഷെ നമ്മുടെ ആനയുടെ കമ്മല് സെയിം അല്ലല്ല. എന്തുന്നാണിത്? എന്നിട്ട് അങ്ങനെ അറിഞ്ഞൂടാത്ത പോലെ പോയി ചമ്മിപ്പോയി. വല്യച്ഛൻ ചമ്മിപ്പോയി. ഒന്നും മനസ്സിലായില്ല. ചായ കുടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് കട്ടൻ ചായ ആയിരുന്നോ അതോ പാൽ ചായ ആയിരുന്നു? പാൽ ചായ. റിമി ചേച്ചി ചോദിച്ചു, പാൽ ചായ എങ്ങനെയാ ആന കുടിക്കുന്നത്? ഇല്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ആ കഥ ഭയങ്കര രണ്ട് ചോദ്യം പറയാനുണ്ടായിരുന്നു. ഇല്ല, ഇത് മതി, ഇന്നത് മതി. മോളെ, ഈ റിമി ചേച്ചിക്ക് വല്ലാതെ എന്തോ തലവേദന തലവേദന. എന്നെ എന്തിനു പറയണ? വിധിയാണിത്. വല്ലാത്ത ചതിയുമായി പോയി. അതെ, പക്ഷെ ജീവിതത്തില് റിമി ടോമി മുട്ടുകുത്തിയ ഒരു നിമിഷം ഇത് മാത്രമാണ്. അല്ലല്ല, ഞാൻ പള്ളിയിലും വീട്ടിൽ കുരിശ് വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോഴും സ്ഥിരം മുട്ടുകുത്തി. പള്ളിയിലും കുർബാനയ്ക്കും മുട്ടുകുത്താറുണ്ട്. അല്ല, മോള് മുട്ടുകുത്തി നിർത്തിക്കൊന്നു. ഓ പാവല്ലേ അത്, അതവിടെ ഇരിക്കട്ടെ. കൊച്ചിനെ എത്ര ഇഷ്ടം. നിങ്ങൾ എന്ത് പാര വെക്കാൻ നോക്കിയാൽ ആ കൊച്ചിനെ അറിയാട്ടോ എന്നെ. വേണമെങ്കിൽ MG ശ്രീകുമാർ ഇവിടെ നിന്നോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ലല്ല, അതൊന്നുകൂടെ പറയുമ്പോ റിപ്പീറ്റ്. MG അങ്കിൾ ഇവിടെ നിന്ന് മുട്ടുകുത്തിയിട്ട് പറ. ഇങ്ങനെ ഇരിക്കി, കൈ പൊക്കിയിരുന്നാ മതി, കൈ പൊക്കിയിരുന്നാ മതി. മുട്ടുകുത്തിട്ട് കൈ പൊക്കിയാ മതിയല്ലോ. അതെ, ഞാൻ ഇവിടെ മുട്ടുകുത്തിയാ ഇരിക്കുന്നേ, കാണുന്നില്ലേ? ശരി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? തലയും കുത്തി നിന്നാ മതി, അതാ നല്ലത്. എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പാട്ട് മോള് ഈ കല്യാണിക്കളവാണി പാടിയപ്പോ ഇതെപ്പോഴും കണ്ട് വൈറലായ ഇവിടെ പാടിയ ഒരു കുട്ടിയുണ്ട്, കല്യാണികളവാണി പാടി. ദേ ആയിരിക്കണം മേഘന. എനിക്ക് മേഘടൂർ എടുത്തുന്ന ഒരു 2 വരി ഇത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് പാടിക്കേ. കല്യാണി കളവാണി ചൊല്ലമ്പിളി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണീലമ്പലപ്പുഴയുണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണീലാഹ മറ്റൊരു കാർവർണ്ണനുമാലയ്ക്ക്. കല്യാണി കളവാണി ചൊല്ലമ്പിളി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, കല്യാണി കളവാണി. എന്തായാലും ഒരു 5-6 മാർക്ക് അങ്ങ് തരാം പോരെ? So we are giving you 95 out of 100. ആടി ഒരു റിമി ടോമി പൂക്കുറ്റി. ഞങ്ങൾക്ക് തരാവോ? ഞങ്ങൾക്ക് ഉമ്മ ചേച്ചിക്ക്. ഓക്കെ, വേണമെങ്കിൽ ആ മീനുട്ടിക്ക് ഒരു കുത്തും കൂടെ കൊടുത്തരും. തരുവോ? എന്നെ അങ്ങനെ ചെയ്യോ? ചെയ്യില്ല. അയ്യോടാ, അത് പാവാ. ഒന്ന് ഞെട്ടി കേട്ടോ.